ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച നമ്മളുടെ തോമുട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്ന് വിഷ് ചെയ്ത എല്ലാവർക്കും എന്താ പറയുക, ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. കാരണം എൻ്റെ 3 ഫോണിലും, അതായത് ബിസിനസ് ഫോണിലും പേഴ്സണൽ ഫോണിലും പിന്നെ എൻ്റെ ഈ ഫോണിലും കുറച്ച് പേർക്ക് കോണ്ടാക്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യണതാണ് ഒരു ഫോൺ കേട്ടോ. അതിലേക്കും പിന്നെ ഞാൻ ഇന്ന് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ പോലെ 9 മണിക്കും പിന്നെ വൈകിട്ട് ഒരു 6 മണിക്കും ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വീഡിയോയിലും എല്ലാവരും എൻ്റെ കുട്ടീനെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ രാവിലെ എണീറ്റ് ശരിക്കുള്ള ബർത്ത്ഡേ വീഡിയോ ഡിവൈൻ്റെ ചാനലിൽ കാണും കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ എടുക്കുന്ന പോലെ വെറുതെ ഒരു ഡെയിലി ഒരു സംഭവം മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളുടെ തോമുവിന് ഒച്ചു വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റാണ് അത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ പാച്ചുവിനും കൂടി വാങ്ങിയതാണ് ഈ ബുക്സ്. അവന് പെയിൻറ്റ് ചെയ്യാനാണല്ലോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അവന് കളറിങ് ബുക്കും കാര്യങ്ങളും വാങ്ങി. തോമുവിന് ഇതാണ്. പിന്നെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് കളിച്ചോളും. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, 3 ആളും കൂടി അത് കിട്ടിയ സന്തോഷത്തിലുള്ള കളിയാണ്. അപ്പോൾ സാധാരണ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണും ഡിംപിളും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർ നേരം വെളുത്ത് എണീക്കുമ്പോൾ അവരെ ആദ്യം തന്നെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയി എത്ര വയസ്സാണോ അത്ര മെഴുകുതിരി കത്തിച്ച് അത് കഴിഞ്ഞ് സ്വീറ്റ്സ് വാങ്ങി കൊണ്ടുവന്ന് തലേ ദിവസം വാങ്ങിയിട്ടുണ്ടോ കേക്കും വാങ്ങിയിട്ടുണ്ടോ. അന്ന് ഇങ്ങനെയുള്ള കേക്കല്ലല്ലോ, ഈ ഐസ് കേക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അത് വാങ്ങിക്കൊണ്ടുവന്ന് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ ലഡുവോ ജിലേബിയോ മിഠായിയോ ഒക്കെ ഉണ്ടാവും. അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിൽ കൊടുക്കുക. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ സ്കൂളിലേക്ക് മിഠായി കൊണ്ടുപോവുക. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ 2 വീടുകളിലേക്ക് 2 അമ്മാമ്മമാരുടെ അടുത്തേക്കും പോവുക. ഇതൊക്കെയായിരുന്നു നമ്മളുടെ ചെറുപ്പത്തിൽ കേട്ടോ. പക്ഷേ ഇപ്പോൾ കാലമൊക്കെ മാറി. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കേക്ക് നേരെ പ്ലേ സ്കൂളിലേക്ക് കൊണ്ടുപോവുക, അവിടെ നിന്ന് അവർ സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാട്ടോ. അപ്പോൾ അങ്ങനെ രാവിലെ ഗിഫ്റ്റും കാര്യങ്ങളും അപ്പയുടെ വക അപ്പാപ്പൻ്റെ വക ഊച്ചുൻ്റെ വക ഒക്കെ ഗിഫ്റ്റ് കിട്ടി. അതെല്ലാം കഴിഞ്ഞ് അവർ സ്കൂളിൽ പോകാൻ പാക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ നമ്മളുടെ കുഞ്ഞിപ്പണികളിലേക്ക് ഏർപ്പെട്ടു. അപ്പോൾ ഇത് പുതിയ പാറ്റേൺ വളയാണ് കേട്ടോ. ഇതുപോലെ പുതിയ മാലയും. ഇത് ഫുൾ വൈറ്റാണ് സ്റ്റോൺസ് ഉള്ളിൽ. പിന്നെ മറ്റേ നല്ല കട്ടിയുള്ള വളയാട്ടോ. നല്ല വളയാണ്. ഒരു 2.5 പവൻ തോന്നുന്ന പോലെയാണ് ഒരു വള. അങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങി. അപ്പോൾ നമ്മുടെ മാക്സിൽ നിന്ന് എടുത്ത ഷർട്ടാണ് കുട്ടി ഇട്ടിരിക്കണത്. നിങ്ങളന്ന് ഡിവൈൻ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കണ്ടില്ലേ. അപ്പോൾ ആൻസൺ വിഷ് ചെയ്യണതാണ്. അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ കുട്ടികളുടെ ഒരു മേളാണ്. 3 ആളും. അപ്പം ഇവിടെ അക്കി പറയും 3 ആളും കൂടി മുറ്റത്ത് നിന്നാൽ മുറ്റം നിറഞ്ഞു എന്ന് പറയും. അതുപോലെ തന്നെ, കാരണം നമ്മളും ഈ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും അപ്പാപ്പനും അമ്മമ്മയും ആഗ്രഹിക്കും മുറ്റം നിറച്ച് കുട്ടികൾ. ദൈവം സഹായിച്ച് അത് നമുക്ക് തന്നു. ഒരാൾ മിസ്സിങ് ഉണ്ട്, എന്നാലും എന്താ പറയുക, അവൻ്റെ സാമീപ്യം എപ്പോഴും ഞങ്ങളുടെ കൂടെ എവിടെയൊക്കെയോ ഉണ്ട്. അങ്ങനെ തോമുട്ട എന്താ റെഡി ആയിട്ട് ഓരോ വർഷവും ആലോചിച്ചറിയാം, പെട്ടെന്നേ കടന്നു പോണേ. അങ്ങനെ 4 വയസ്സായി എൻ്റെ കുട്ടിക്ക്. അങ്ങനെ എന്താ പറയുക, ഈ 4 വർഷമായിട്ടാണ് നമ്മുടെ വീട്ടിലൊരു അനക്കം വന്നു തുടങ്ങിയത്. അതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട സാധനം ഇട്ട് കൊടുത്ത് കിടക്കുക. അതായത് ഒരു അനക്കമില്ല എന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ, ഒരു ഓളമില്ല എന്ന് പറയില്ലേ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഈ തോമു വന്നതിന് ശേഷമാണ് ബാക്കി എല്ലാവരുടെയും വരവും ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ മൊത്തം വീടൊന്ന് ഇളകി മറിഞ്ഞത് തോമു വന്നതിന് ശേഷം. അങ്ങനെ തോമുൻ്റെ ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡോൺ എന്ന അപ്പ നിന്ന് ആസ്വദിക്കുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ഞാൻ തോമുവിനെ അല്ല നോക്കിയത്, ഞാൻ ഡോണിൻ്റെ ഫേസാണ് നോക്കുന്നുണ്ടായിരുന്നത്. കാരണം നമുക്ക് എപ്പോഴും അപ്പൻ അമ്മ ഒക്കെ ആവാമെന്ന് പറയുമ്പോൾ അതൊരു അഭിമാനമാണല്ലോ. അപ്പോൾ അവൻ എന്താ പറയുക, അങ്ങനെയാണ് തോമുവിനെ ഞാൻ എപ്പോഴും പറയും, സാധാരണ മക്കളെ സ്നേഹിക്കുന്നതിൽ വിട്ട് അവൻ കുറച്ചും കൂടിയും അറ്റാച്ച്ഡാണ് കുട്ടികളായിട്ട്. അങ്ങനെ അവർ ഇറങ്ങുമ്പോഴാണ് തോമുവിൻ്റെ കൈമേ വാച്ച് കണ്ടത്. തോമുവിൻ്റെ കൈമ വാച്ച് കണ്ടപ്പോൾ അതുപോലത്തെ ഒരെണ്ണം പാച്ചുവിന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പാച്ചു കെട്ടി വന്നപ്പോൾ അത് ബ്ലൂ ആയിരുന്നു. അപ്പോൾ തോമുവിന് ബ്ലൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ബ്ലൂ കൊണ്ടുവന്ന് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജയന്തി ആൻറ്റി ഉണ്ട്. നമ്മളന്ന് ബർത്ത്ഡേ ആഘോഷിച്ചില്ലേ, ജയന്തി ആൻറ്റി അമ്മയും കൂടി വന്നിട്ട് ആ ജയന്തി ആൻറ്റി എൻ്റെ മീറ്റപ്പിന് കഴിഞ്ഞ കൊല്ലം എൻ്റെ ബർത്ത്ഡേക്ക് വന്നപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുവന്നതാണ് ഈ 2 വാച്ച് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും തോമുവിൻ്റെ കയ്യിൽ എപ്പോഴും കിടക്കും. പാച്ചുവിൻ്റെ അതിൻ്റെ ക്ലിപ്പ് പോയി കിടക്കായിരുന്നു. അപ്പോൾ അപ്പാപ്പൻ്റെ അത് ശരിയാക്കി കയ്യുമ കെട്ടിക്കൊടുക്കുക. അപ്പോൾ 2 ആൾ ഇന്ന് ജയന്തി ആൻറ്റിയുടെ വാച്ച് കെട്ടിയിട്ടാണ് 2 ആളും, ബർത്ത്ഡേ ബോയും അതെ പാച്ചു അതെ പോയേക്കണ്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോമു ആ വാച്ച് എപ്പോഴും അത് വേണമെന്ന് പറയും. പാച്ചുവിനെ പിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി കുറഞ്ഞ ടൈപ്പ് വാച്ചുകളൊക്കെ കെട്ടിക്കൊടുക്കട്ടെ, അവൻ അത്രയല്ലേ ആയുള്ളൂ. പക്ഷേ ഇന്ന് അവൻ പറഞ്ഞു
ഇത് തന്നെ വേണമെന്ന് പറഞ്ഞ് ദേ രണ്ടാളും കണ്ട ഒരുമിച്ച് കെട്ടി നിൽക്കുക. എനിക്ക് കാണിച്ചു തരാം രണ്ടാളും ഒരുമിച്ച് കെട്ടിയിട്ട്. അപ്പോൾ ജയന്തി ആൻറ്റിക്ക് ഈ അവസരത്തിൽ പ്രത്യേകം ഒരു താങ്ക്സ് പറയണം. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും ജയന്തി ആൻറ്റീനെ. ജയന്തി ആൻറ്റിയും അമ്മയും കൂടി വന്ന് നമ്മൾ അമ്മയ്ക്ക് സർപ്രൈസായിട്ടൊരു ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തത് ഓർക്കണില്ലേ? ആ ആൻറ്റി അമ്മയുടെ കാര്യം അവർ എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഈ വാച്ചിട്ടാ. ശരിക്കും ഒരു വർഷം ജനുവരി 27-ന് ഒരു വർഷം, പക്ഷെ ഒരു കേടുമില്ലാണ്ട് ഇപ്പോഴും അവരുടെ കയ്യിലത് അതാത് ബോക്സുകളിൽ തന്നെ സൂക്ഷിച്ച് അവരത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവർ സ്കൂളിൽ പോയി. അപ്പോൾ കേക്ക് ഓൾറെഡി അവിടെ നിന്ന് കൊണ്ടുവരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. 11 മണിയാകുമ്പോൾ ആ കട്ട് ചെയ്യാനായിട്ടാണ് അവിടെ പറഞ്ഞേക്കണം മാം. അപ്പോൾ നമ്മൾ പോകണ്ട, അവിടെ നിന്ന് അവർ കുട്ടികളെയൊക്കെ സെറ്റ് ചെയ്ത് അവർ ചെയ്യും. പ്രീ കെ ജിക്ക് ആണെങ്കിൽ നമ്മൾ കൂടെ പോകണം. അത് നമ്മൾ കണ്ടില്ല അന്ന് പാച്ചുവിൻ്റെ കേക്ക് കട്ടിങ്. തോമു ആയപ്പോഴേക്കും കുറച്ചും കൂടി പ്ലേ സ്കൂളല്ലല്ലോ, പ്രീ കെ ജി ആണല്ലോ. അപ്പോൾ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ മിസ്സുമാരും മാമും കൂടിയിട്ടാണ് അത് സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്ത് വിചാരിച്ചു വെച്ചാൽ 11 മണിയാകുമ്പോൾ കേക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈനിന് പോകണം. അപ്പോൾ കേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ രേവയുണ്ട് നമ്മുടെ ഗ്രൂപ്പിലെയും, പിന്നെ എനിക്ക് തോന്നുന്നു തോമുവിൻ്റെ കഴിഞ്ഞ വർഷം ബർത്ത്ഡേ തൊട്ടാണ് നമ്മൾ രേവയുടെ കേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ മൈൽഡായിട്ടുള്ള മധുരമാണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ 2 കേക്കും രേവ തന്നെയാണ് ചെയ്തത്. അതൊക്കെ ഡിവൈൻ്റെ ചാനലിൽ കറക്റ്റായിട്ട് എല്ലാം കാണുകയും പറയുകയൊക്കെ ചെയ്യും കേട്ടോ. കാരണം ഞാനത് ഞാൻ ആ കേക്ക് കണ്ടിട്ടില്ല ഒരെണ്ണം, മറ്റേത് ഞാൻ കഴിച്ചു, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങി കളക്ട് ചെയ്ത് പിന്നെ പണികൾ കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാക്കോച്ചനെ സേഫായിട്ട് അക്കിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആണ് വന്നതിന് ശേഷം ഇവരവിടെ മറ്റേ കേക്ക് ബലൂണും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞങ്ങളിതാ ഇറങ്ങുകയാണ് കേട്ടോ. തോംസൺ കാസയാണ് ഇന്നത്തെ ഞങ്ങളുടെ എന്താ പറയുക ലഞ്ചിൻ്റെ ഞങ്ങൾ കണ്ടുപിടിച്ച സ്ഥലം. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് വരുമ്പോൾ കുട്ടികളെ എടുക്കാനും കുറച്ച് അടുത്താണല്ലോ. അപ്പോൾ കേക്ക് കട്ടിങ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിലാണ് ഫസ്റ്റ് കേക്ക് കട്ടിങ് ചെയ്തത്. രണ്ടാമത് നമ്മൾ വീട്ടിൽ ചെയ്യാം എന്നുള്ള ഒരിതാണ്. കാരണം ഇപ്പോൾ സ്കൂളിൽ കട്ട് ചെയ്ത പോലെ നമുക്ക് വീട്ടിൽ അത് കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കുട്ടികൾക്ക് ചെറിയൊരു കേക്കല്ലേ. അങ്ങനെ ഞങ്ങൾ തോംസൺ കസയിലെത്തി. തോംസൺ കസയുടെ കാര്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 8-9 പ്രാവശ്യം അവിടം വരെ പോയിട്ട് പറ്റാണ്ട് മടങ്ങി വന്നിട്ടുണ്ട്. അതായത് അത്രയും തിരക്കാണ്. തോംസൺ കസ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, മിഷൻ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് തിരിയുന്നിടത്ത് തന്നെയാണ് കേട്ടോ. ശക്തനിലേക്ക് തിരിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് തിരിയുമ്പോഴേ 2 വഴി കൂടി ഉണ്ട് എൻട്രി. നിറച്ച് വണ്ടികളും കാര്യങ്ങളാണ്. ഞങ്ങൾ ചെന്ന സമയം കറക്റ്റായിരുന്നു. അതായത് 12 ആയിട്ടില്ല, 12 ആവാൻ ഒരു 10 മിനിറ്റും കൂടിയൊക്കെ മുമ്പായിട്ട് ഞങ്ങൾ പോയി. കാരണം എന്നാലേ അവിടെ പറ്റുള്ളൂ. അപ്പോൾ ഒരു വട്ടി പറയാൻ ഡിമ്പിൾ കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഡാഡിയും ഡിവൈനും കൂടി പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് മറ്റിതുണ്ട് പിക്ക് ആൻഡ് ഈറ്റ്, അങ്ങനെ ഒരു സംഭവമുണ്ട് അവിടെ. പാർസൽ വാങ്ങി കഴിക്കുന്ന അവിടെ ഇരുന്ന് കഴിക്കേണ്ടി വന്നു. അകത്ത് ഇതുവരെ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്ത് തന്നെയായാലും അവിടെ കയറിയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് അവിടേക്കാണ് പോയത്. അപ്പോൾ ചെന്നപ്പോൾ ഭാഗ്യം ഒരു ടേബിൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ എനിക്കും ഡാഡിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അവരോട് തന്നെ കുട്ടികളോട് തന്നെ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 5 പേര് മാത്രമാണ് കേട്ടോ. പിള്ളേഴ്സിനെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ എവിടെയും ഭക്ഷണം കഴിക്കാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തോടത്ത് പോകുമ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ഫുഡ് വരിക. അപ്പോൾ അത് കാത്തിരിക്കാനായിട്ട് നമ്മുടെ പിള്ളേഴ്സിന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ചിക്കൻ 65 എന്തോ സംഭവമാണ്, നല്ല ടേസ്റ്റ്. രണ്ടാമത് ഫുൾ ചിക്കൻ. അപ്പോൾ അത് ഭയങ്കര സോഫ്റ്റായിരുന്നു. ഇങ്ങനെയും വേവിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കും. അതിൻ്റെ കൂടെയുള്ള 2 സോസും സൂപ്പറായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 2 തരം ഫ്രൈഡ് റൈസാണ്. ഒന്ന് ഷെസ്വാനും ഒന്ന് വേറെ എന്തോ ഒരു ഫ്ലേവറും. രണ്ടും അതെ, ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. ഞങ്ങൾ 5 പേര് കഴിച്ചിട്ട് ബാക്കി വന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഓരോ ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോഴാണ് അവിടെ എല്ലാവരും ഇരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ബെഞ്ചും കാര്യങ്ങളും കണ്ടത്. അപ്പോൾ എന്നാൽ പിന്നെ പതിവ് പോലെ ഒരു ഫോട്ടോ എന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, നമുക്കറിയാലോ എവിടെ ചെന്നാലും 2 ഫോട്ടോ നിർബന്ധമാണ്. അതെന്തെന്നാ പറയുക, അതങ്ങനെ അങ്ങോട്ട് ശീലമായിപ്പോയിട്ടോ. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പം ഞങ്ങളുടെ 2 പേരുടെയും ഫോട്ടോസും പിന്നെ ഞങ്ങളുടെ 4 ആളുടെ കൂടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തപ്പോൾ അതൊക്കെ ഡിവൈൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ നാളത്തെ ഡിവൈൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഡിമ്പിൾ കാര്യമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇന്ന് വിഷയയുടെ ഒരു വീഡിയോ എടുത്തു എന്നല്ലാണ്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ മൊത്തം തോംസൺ ഗസ എന്തായാലും വന്ന നിലയ്ക്ക് നിങ്ങളെ കാണിക്കാൻ വെച്ചിട്ടാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞത് ഓർമ്മയുണ്ട്, അവിടെ നിന്ന് മറ്റേ മിൽക്ക് പാല് നമ്മൾ ഇതായിട്ട് കൊണ്ടുവരണമെന്നുള്ളത്. അത് ഇവിടെ നിന്നാണ് കേട്ടോ. നമുക്ക് നേരിട്ട് ഫ്രഷ് പാല് അവിടെ നിന്ന് നേരെ കണ്ടു വെൻഡിങ് മെഷീൻ.
അവിടെ ബോട്ടിൽ വെച്ച് നമുക്ക് ആവശ്യമുള്ള പാല് അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരാം. പക്ഷേ ഇന്ന് അവിടെ പാല് പാക്കറ്റ് പാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പാല് വാങ്ങിച്ചില്ല കേട്ടോ. അങ്ങനെ അവിടുന്ന് ഡിമ്പിളുടെ വക ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല മണം. എനിക്കാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാലോ, കോഫി ടീ എൻ്റെ വീക്ക്നെസ്സാണ്. പ്രത്യേകിച്ച് കോഫി, ഫ്ലേവേർഡ് കോഫി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നല്ല മണം വരിക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു മോൻ അവിടെ നിന്നിട്ട് അവിടെ ഒരു ചെറിയൊരു പോർഷൻ കോഫിയും പലതരം കോഫി. അപ്പോൾ ഇപ്പുറത്ത് ഞാൻ നോക്കിയപ്പോൾ ഇലയട, പിന്നെ ഇതാണ്ട് ഇലയട ഉണ്ടാക്കണുണ്ട്. ഒരു സെറ്റ് ഒരു ബാച്ച് എത്ര എണ്ണമാണെന്നറിയോ? ഇത് മുഴുവൻ നമ്മുടെ ഷവർമ്മയ്ക്കുള്ള മറ്റേ കവറുകൾ ഒരുങ്ങിയിരിക്കുന്ന പൗച്ച്. ഇത് ഷവർമ്മ എത്രയോ കിലോ ഉണ്ട് ഒപ്പം നിന്ന് മുരിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഒരു ഇലയട വാങ്ങിയാലോ എന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. വയറ് മൂട്ട ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എല്ലാവരും. ബാക്കി വന്നു, കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വേണ്ട എന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഇവർക്കൊരു പൂതി, ഇവരുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഒരു ഫോട്ടോ എടുത്ത് കൊടുത്തു. അപ്പോഴും എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തിൻ്റെ ആണിതെന്ന് അറിയാനായിട്ടൊരു ഒരു എന്താ പറയുക, നമുക്കൊരു ജിജ്ഞാസ ഉണ്ടാവില്ലേ? നല്ല മണം വരുന്നുണ്ടേ. ഓടിൻ്റെ പാത്രങ്ങളും ഇരിക്കുന്നുണ്ട്, മറ്റേ പണ്ടത്തെ പിച്ചളപ്പാത്രം. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ ഫിൽറ്റർ കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ്, ഫിൽറ്റർ ബ്ലാക്ക് കോഫി, അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല മണമാണ് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് വയറുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കുട്ടികൾ അവിടെ ഐസ്ക്രീം ഓർഡർ ചെയ്യുകയും ചെയ്തു. അല്ലെങ്കിലും കാപ്പി കുടിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഐസ്ക്രീം വാങ്ങി. 30 രൂപയുള്ളൂ കേട്ടോ. ഞാൻ ഉള്ളോ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ പോകുമ്പോൾ ഒരു സ്കൂപ്പൊക്കെയാണ് കിട്ടുക. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ നമ്മളല്ല, പണ്ടൊക്കെ ഞങ്ങൾ മദ്രാസിൽ അല്ലെങ്കിൽ ചെന്നൈ മറ്റേ ഇവിടെ ബോംബെയിലൊക്കെ പോകുമ്പോൾ പല ഫ്ലേവറിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ടാപ്പ് നിന്ന് വരുന്ന പോലെ, അതിന് ഒരു പ്രത്യേക പേരുണ്ട്, എനിക്കത് പറയാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ഇതുണ്ട്. എനിക്ക് ഡിമ്പിളുടെ കൺമഷി എന്ന് പറഞ്ഞ സിനിമയുടെ ഡബ്ബിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ. അന്നാണ് ഞാൻ ആദ്യമായിട്ടിത് കഴിക്കണേ. അപ്പോൾ അത് അങ്ങനത്തെയാണ് ഇത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിറച്ചെന്ന് പറഞ്ഞാൽ നിറച്ചാണ്. കഴിച്ചിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വെറും 30 രൂപയും. പക്ഷേ അത് കഴിക്കാൻ വേണ്ടി മാത്രം കയറാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഗേറ്റിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നത് അത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ച്, പിന്നെ അവിടെ നിന്ന് തൊട്ടടുത്താണല്ലോ നമ്മുടെ സ്കൂള്. അപ്പോൾ അങ്ങനെ ഞങ്ങളിത് പിള്ളേർസിനെ എടുക്കുക. പക്ഷേ കറക്റ്റ് 1:15 ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു. കറക്റ്റ് കുട്ടികളെയും കൊണ്ട് ഇതേ അമ്മമാർ ഇറങ്ങണുള്ളൂ. അങ്ങനെ ഇറങ്ങി നമ്മുടെ ബർത്ത്ഡേ ബോയിനെയും പാച്ചുവിനെയും. അപ്പോൾ ഗ്ലാസ് ഇറക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ചെറിയ മഴയുടെ ആ തുള്ളികളാണ് ഗ്ലാസ്സുമ്പോൾ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയും പാച്ചുട്ടനും ഓടി വരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പറയായിരുന്നു, ഇത്ര നേരം ഭയങ്കര ശാന്തതയായിട്ടാണ് ഞങ്ങൾ പോയത്. വന്ന് കയറി ബഹളം തുടങ്ങി. ബഹളം എന്ന് പറഞ്ഞാൽ പോരാത്ത ബഹളമാണ്. അതായത് പാച്ചുട്ടൻ്റെ ഓച്ചുവിൻ്റെ മടിയിൽ തോമൂനിരിക്കണം. തോമു ഇരുന്ന് കഴിഞ്ഞാൽ പാച്ചുട്ടൻ സമ്മതിക്കില്ല. പാച്ചുട്ടൻ ആ കാര്യത്തിൽ ഇത്തിരി സ്വാർത്ഥത കൂടുതലാണ്. അവൻ്റെ അമ്മയുടെ മടിയിൽ ആരും ഇരിക്കാൻ അവൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ട് അവിടെ കയറി. അവിടെ നമ്മുടെ മരിയാപുരത്ത് അവിടെ കയറി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ വിചാരിച്ചു ഡിമ്പിളിനും പാച്ചുവിനും ഇന്ന് മുനമ്പത്തേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്ന് എന്തായാലും സ്കൂളിലല്ലേ കട്ട് ചെയ്തുള്ളൂ, വീട്ടിൽ കട്ട് ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാവാം പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ തോമു കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങളും കണ്ടിട്ടില്ലല്ലോ. അത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് തോമുവിന് കുറേ തരം കാറുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കണ്ടമാനം കാറുകൾ. അപ്പോൾ അതൊക്കെ ഓരോന്ന് കൊടുത്തപ്പോഴത്തെ അവൻ്റെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗ്യാരേജ് എന്നുള്ളത്. അപ്പോൾ ഗ്യാരേജും പിന്നെ നമ്മുടെ ലുലുവിലത്തെ പോലെ പാർക്കിങ്, അതാണ് അത്രയും ഓച്ച് വാങ്ങിക്കൊടുത്തത് കേട്ടോ. മോളിൽ നിന്ന് ഇങ്ങനെ ഇടുമ്പോൾ 4-5 നിലയിൽ ലുലുവിലത്തെ പാർക്കിങ് അങ്ങനെ ഏറ്റവും മുകളിലാണ് പാർക്കിങ്. അവിടെ നിന്ന് നമ്മൾ കാറ് തിരിഞ്ഞ് താഴേക്ക് വരികയാണ്. അതാണ് ഓച്ച് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ്. ഇത് ഗാരേജ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്ടോ ഹബ്ബ്, വർക്ക്ഷോപ്പ്, മറ്റേ കാർ വാഷ്, ഇതിനോടൊക്കെ ബന്ധമുള്ള കാരണം തോമുട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അപ്പയുടെ വക അത് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും പിന്നെ പ്ലാനൊന്ന് മാറ്റി, രാത്രിയാവാം കട്ടിങ് എന്ന് വിചാരിച്ചു. അങ്ങനെ ഓച്ചുവിന് ഡിമ്പിളിന് വണ്ടി വന്നു. ഡിമ്പിളും പാച്ചും കൂടിയിട്ട് ഇറങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ് രാത്രിയിലാക്കാമെന്ന് വിചാരിച്ചു. കാരണം ആർക്കും ഒരു ഉഷാറുണ്ടായിരുന്നില്ല ആ സമയത്ത് അത് ചെയ്യാനൊടുക്കാനും കേട്ടോ. അപ്പോൾ വണ്ടിയും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ പാച്ചു പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഊബറിലാണ് പോണത്, അവർക്കൊരു കല്യാണമാണ്.
അപ്പോൾ ഊബറിലാണ് പോണത്. അപ്പോൾ അതിന് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ തോമു പിണങ്ങി നിൽക്കുക, സങ്കടമായി, പാച്ചു പോവല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടമാണ് തോമുവിന് കേട്ടോ. അങ്ങനെ അതേ ഊബർ വന്നു. അപ്പോൾ കുട്ടികൾ പറയണ്ടായിരുന്നു നല്ല പുതിയ വണ്ടിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല, പക്ഷേ അവർ പറയണ്ടായിരുന്നു നല്ല വണ്ടിയാണ്. അതുപോലെ പെട്ടെന്ന് അവിടെ എത്തിയതിന് ശേഷം ഡിമ്പിളും പറയണ്ടായിരുന്നു പെട്ടെന്ന് എത്തി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരമ്മയും മോനും കൂടിയിട്ട് ഇതാ പോയി. അപ്പോൾ പാച്ചു ഇതാ കയറുമ്പോഴേക്കും തുടങ്ങി ഡ്രൈവറെ മണിയടിക്കൽ. അവന് വർത്താനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, വർത്താനം കൊണ്ട് ഇങ്ങനെ പേരെന്താ, ഇപ്പോൾ ആരെങ്കിലും പുതിയൊരു സംഭവം ആരെങ്കിലും ഫോൺ ചെയ്ത് ആരാ വിളിച്ചേ എന്ന് ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ എന്തൊക്കെയോ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ സേഫായിട്ട് പോയി അവിടെ എത്തി. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ഡാഡിയും വീട്ടിൽ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ അത് ഡിവൈനും ഡോണും ചാക്കോച്ചനെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പോൾ ചാക്കോച്ചനെ കൊണ്ടുവരാൻ പോയി കഴിഞ്ഞപ്പോൾ ഡിവൈൻ വിളിച്ച് പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സമാധാനത്തിൽ വന്നാൽ മതി, കാരണം തോമു ഇവിടെ സേഫാണ്. അങ്ങനെ ഞാനും അപ്പാപ്പനും കിടന്നുറങ്ങി, തോമു അവിടെ ഇരുന്ന് കളിച്ചു. അങ്ങനെ കഴിഞ്ഞ് പുതിയ മറ്റേ കളിപ്പാട്ടങ്ങൾ കുറേ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടുള്ള കളിയാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത് ഒച്ചു വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞത്. ലുലുവിൻ്റെ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. അതായത് മുകളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ താഴേക്ക് വരും. അപ്പോൾ ലുലുവിലെ പാർക്കിംഗ് ആണെന്നാണ് തോമു പറയണത്. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിരുന്ന് ഞാൻ പതുക്കെ എണീറ്റ് പിന്നെ നമ്മളുടേതായ കാര്യങ്ങളുണ്ടല്ലോ, കാരണം കുട്ടി അകത്തുള്ള കാര്യം എനിക്ക് സ്വസ്ഥമായിട്ട് ഞാൻ ഉറങ്ങിയില്ല. കാരണം അവൻ എന്തെങ്കിലും കുട്ടികളല്ലേ, എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവേ എന്തെങ്കിലും പ്രശ്നം വന്നാലോ വെച്ചിട്ട് അവൻ സംഭവം ഈ 2 സെറ്റിമെന്ന് വേറെ എവിടേക്കും നീങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉറങ്ങിയില്ല. അങ്ങനെ കിടന്ന് അവൻ്റെ ഒരേ കളികളും വർത്താനവും കേട്ട് ഇങ്ങനെ കിടന്നു. എണീറ്റ് ചായ വെച്ചു. അപ്പോൾ ഇന്ന് ഡാഡി പുറത്തേക്ക് ഒന്നും പിന്നീട് ഉച്ചതിരിഞ്ഞ് പോയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് നല്ല ഹെവിയായി, അപ്പോൾ ഭയങ്കര ക്ഷീണം. അങ്ങനെ ഞാൻ പട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഇന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഏതാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ ഡിഷ് വാഷ്, മറ്റേ ഡിറ്റർജൻറ്റ് കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഏതാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇവിടെ ഡിവൈനും ഡോണും ചാക്കോച്ചനെയും കൊണ്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അക്കി ബർഗർ കൊടുത്തയച്ചേക്കണതാ തോമു അങ്ങോട്ട് ചെല്ലുന്ന വിചാരിച്ചപ്പോൾ ഞങ്ങൾ പോയില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചെല്ലുന്നതാണ് അക്കി വിചാരിച്ചത്. അപ്പോൾ പിന്നെ ഡിമ്പിളിനെ പോകേണ്ടത് കൊണ്ട് പിന്നെ നമ്മൾ പരിപാടിയൊക്കെ ഒന്ന് മാറ്റിയതായിരുന്നു. അങ്ങനെ ബർഗറും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ എൻ്റെ പണികളിലേക്ക് കടന്നു. കാരണം പകൽ ഫുൾ കറണ്ട് ഉണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു പണിയായ കാരണം കറണ്ട് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് വാഷ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് പറയാറില്ല, എനിക്ക് എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഫുൾ വാഷ് ചെയ്തിട്ട് വേണം പോകാമെന്ന്. പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തിരി വൈകിയാലും സാരില്ല, ഇനി നാളെ ഇതുപോലെ കറണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ഇരട്ടിയാവില്ലേ. അപ്പോൾ പിന്നെ ആ പരിപാടി ചെയ്യാൻ വെച്ചിട്ട് വാഷിംഗ് മെഷീനിൽ തുണികളിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് നിന്നത്. അപ്പോൾ വിചാരിച്ചു ഇതൊന്ന് പകർത്തി വയ്ക്കുക. അപ്പോൾ കുട്ടികൾക്കായാലും എടുക്കാൻ എളുപ്പത്തിന് ഞാൻ എല്ലാതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡാഡിയാണ് എനിക്ക് പകർത്തി തരുന്ന ആൾ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഡിറ്റർജൻറ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് വിട്ടുപോവാ ഓരോന്ന് പറയുമ്പോൾ. അപ്പോൾ രണ്ടും ഡിറ്റർജൻറ്റാണ്, രണ്ടും 2 ഇതാണെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ വേഗം ഇത് ഡാഡി 2 കുപ്പികളിലേക്ക് ആക്കി തന്നു. പക്ഷേ ഇത് ആക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ചാക്കോച്ചൻ വന്നു. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ചാക്കോച്ചനുള്ളപ്പോൾ അത് ചെയ്യണ്ട, കാരണം കുട്ടികളല്ലേ, അവരെന്തെങ്കിലും പിടിച്ച് തുറക്കുകയോ എന്തെങ്കിലും വായിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഡാഡി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡിവൈൻ അവനെയും കൊണ്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ ഇത് അതിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാഡി പറഞ്ഞു പേനുകൊണ്ട് മറ്റ് മാർക്കർ കൊണ്ട് എഴുതി വെച്ചോളൂ, കാരണം ഇവിടെ കുറേ തരം ഡിറ്റർജൻറ്റുകളുണ്ടല്ലോ, ഹാൻഡ് വാഷ് ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, പിന്നെ ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഉണ്ട്. അപ്പോൾ തെറ്റി പോകാണ്ടിരിക്കാൻ എന്നോട് മറ്റേ ഇതുകൊണ്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ബോട്ടിലുമേ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, ഞാൻ മാർക്കർ കൊണ്ട് എഴുതും ഇങ്ങനെ ഇന്നതാണെന്ന് തെറ്റാണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇപ്രാവശ്യം ഞാൻ കണ്ടീഷണർ വാങ്ങിയിട്ടുണ്ട്, മറ്റേ കംഫർട്ടിൻ്റെ, അതും 5 ലിറ്ററിൻ്റെ തന്നെയാണ് വാങ്ങിച്ചേക്കണം. അപ്പോൾ കാണുമ്പോൾ എല്ലാതും ഒരേ കളറും ഒരേപോലെയാണ്, പക്ഷേ ഏതിൻ്റെയാന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പണിക്ക് പാളും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓരോന്നും എഴുതി മാറ്റി വെച്ചപ്പോൾ അത് കണ്ടില്ലേ ചാക്കോച്ചൻ്റെ ഇപ്പോഴത്തെ മെയിൻ പണി, ചാക്കോച്ചൻ്റെ മാത്രമല്ല ചാക്കോച്ചനും പാച്ചുവാണ് അങ്ങനത്തെ പണികൾ ചെയ്യും. ഇവർ 2 പേരും ഏകദേശം ഒരുപോലെയാണ്. പാച്ചുവിൻ്റെ ഒരുവിധം എല്ലാ സ്വഭാവവും ചാക്കോച്ചനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറയും കെസ് ബേബിയുടെ പുനർജന്മമാണ് ചാക്കോച്ചൻ എന്ന് പറയും. കാരണം ഇവൻ പാച്ചു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇരട്ട കുട്ടികളുടെ പോലെ ഇവനും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ തുണികൾ കാര്യങ്ങളൊക്കെ വിരിച്ചു. സംഭവം ഇരുട്ടായി, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇനിയിപ്പോൾ നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ ഇന്നത്തെ തന്നെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവർക്ക് ഫുഡ് കൊടുത്തിട്ടാണ് ഈ പണിക്ക് നിന്നത് കേട്ടോ. കാരണം അവരിങ്ങനെ
വിശന്ന് നിൽക്കുകയല്ലേ. അപ്പോൾ പാൽ ഇന്ന് കൊടുക്കാനായിട്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ നല്ല വിശപ്പുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം അവരുടെ പരിപാടികൾ കഴിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ 2:10 വളകൾ. അപ്പോൾ എന്നോട് ഓരോരുത്തർ ചോദിക്കും. അപ്പോൾ അവർ പറയും, ആൻറ്റി ഇവിടെ എഴുതിക്കോളോ ഇന്നതാണെന്ന്, എന്നാലും ഞങ്ങൾക്കത് മനസ്സിലാവുള്ളൂ എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇപ്പോൾ സ്ക്രീനിൽ നമ്പറിൻ്റെ കൂടെ 2:10 ബാംഗിൾസും കൂടി എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് കാണുമ്പോൾ ഇതെന്താണ് ഈ നമ്പറും 2:10 ബാംഗിൾസിന് എഴുതിയേക്കണേന്ന്. 2:10 സൈസാണ്, അതായത് നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സൈസാണ് ഈ 2:10 എന്നുള്ളത്, വലിയ കൈയുള്ളവർക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് സൈസ് അറിയില്ലെങ്കിൽ ഈ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. എന്താവശ്യമുണ്ടെങ്കിലും ഓർണമെൻറ്റ്സിനോടനുബന്ധിച്ചുള്ള എന്താവശ്യമുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ കണ്ടില്ലെങ്കിലും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും ഞാനതിന് നിങ്ങൾക്ക് മറുപടി തരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന ബാങ്കിളാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് സൈസ് അറിയില്ലെങ്കിൽ ഞാൻ ചാർട്ട് അയച്ചു തരും. ചാർട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നറിൽ വരയ്ക്കുക, ഉള്ളിൽ വള വെച്ചിട്ട് ഉള്ളിൽ വരച്ചിട്ട് സ്കെയിൽ കൊണ്ട് അളന്നു കഴിഞ്ഞാൽ ഇത്ര ഇഞ്ച് അല്ലെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ എന്ന് കാണാം. ആ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഈ ചാർട്ടിൽ കാണും 2.2, 2.4, 2.6, 2.8, 2.10 അങ്ങനെ ഒരു 5 അളവ് കാണും. അപ്പോൾ അതിലേതിലാണ് നിങ്ങളുടെ ഈ ഇത്ര സെൻറ്റിമീറ്റർ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളുടെ വളയുടെ അളവ്. അപ്പോൾ നിങ്ങൾ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ ചാർട്ട് അയച്ചു തന്നാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ നിങ്ങളുടെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം കുറേ പേര് പറയും ഡിമ്പിളുടെ അളവ് അല്ലെങ്കിൽ ഡിവൈൻ്റെ അളവ് എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ആശയക്കുഴപ്പം വരുത്തും. കാരണം എനിക്ക് തന്നെ ഒരു കൈ ഇടത്തെ കൈ 2.4 വലത്തെ കൈ 2.6, ഡിമ്പിളിൽ 2.6. അപ്പോൾ അങ്ങനെ ആളുടെ വലിപ്പം അനുസരിച്ചല്ല കൈയിൻ്റെ വലിപ്പം വ്യത്യാസം വരും. അത് തന്നെ പാദസരവും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം ഒരു സൂത്രപ്പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ നിങ്ങളുടെ സൈസ് മനസ്സിലാവും. അപ്പോൾ അത് ഒരു പണിയാണ്. അതുകൊണ്ട് അപ്പോൾ ഈ സൈസ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ സ്വർണ്ണക്കടയിൽ പോയാലും എവിടെ പോയാലും നിങ്ങൾക്ക് ഈ സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ആര് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നാലും നിങ്ങൾക്ക് വളപാകം. അപ്പോൾ അത് സൈസ് ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈസ്, എന്നിട്ട് ഈ അളവെടുത്തതെന്ന് അവർക്കൊരു സംശയം, അല്ല കുറച്ചും കൂടി കൂടിക്കോട്ടെ, എന്നിട്ട് അവർ കൂടുതലിടും. ഈ 1 സെൻറ്റിമീറ്റർ കൂടുതലിടുമ്പോൾ അടുത്ത അളവിലേക്കായി, അതായത് 2.4 എന്നുള്ളത് 2.6 ഈ സാധനം കയ്യിൽ കിട്ടുമ്പോഴോ ഭയങ്കര ലൂസാവും. അപ്പോൾ വീണ്ടും എനിക്ക് മെസ്സേജ്, അയ്യോ ആൻറ്റി കിട്ടിയ വള കുറേ ലൂസാണല്ലോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ അയച്ച അളവല്ലേ, അയ്യോ ഞാനത് ഇത്തിരി കൂട്ടിയിട്ടു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് എത്രയാണോ അളവ് അതനുസരിച്ച് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം അളവിനുള്ള സംഭവം നമ്മളങ്ങോട്ട് സെൻഡ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. കാരണം എന്നോട് കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എന്താണ് തിരിച്ച് പറഞ്ഞു തന്നോളൂ എന്ന് പറയാറുണ്ട്. അതിൻ്റെ പേരിലാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ വളയെക്കുറിച്ചും പറയാത്തതും. കാരണം എന്തിനാ വളയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾ കാണുമല്ലേ ഇപ്പോൾ അത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനപ്പോൾ 2:10 വളകൾ, അപ്പോൾ ഞാൻ നാളെ തൊട്ട്, അപ്പോൾ കുറേ പേര് അഭിപ്രായം പറഞ്ഞു, ഡ്രീം കളക്ഷൻസിനേക്കാൾ ആൻറ്റി ഇതിൽ കൂടി ആകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ എളുപ്പമുണ്ട്, പിന്നെ 9 മണിയാകുമ്പോൾ ഞങ്ങളൊന്ന് ഫ്രീ ആയിട്ട് കാണുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു പറ്റാവുന്ന പോലെ 10 വളയെ കാണിക്കാൻ പറ്റുള്ളൂ, 10 വള അല്ലെങ്കിൽ 5 മാലയെ കാണിക്കാൻ പറ്റുള്ളൂ, അത് ഇതിൽ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് വിളിച്ച് 2 ചാനൽ പോയിട്ട് കാണാൻ നിൽക്കുകയും വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ പറ്റാവുന്ന പോലെ, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഓർണമെൻറ്റ്സിൻ്റെ കാര്യം, പറ്റാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഓർണമെൻറ്റ്സ് ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ എൻ്റെ കൈ ഭയങ്കര വേദന. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ട് ഇത് എന്താണ് ഈ കൈയിൻ്റെ വേദന, നെഞ്ചത്തേക്ക് ഒരു വേദന, പുറം ഭയങ്കര വേദന, അപ്പോൾ എന്തൊക്കെയോ അസ്വസ്ഥത. ഇപ്പോഴല്ല, കുറച്ച് മുമ്പ്. അപ്പം പിന്നീടാണ് ഡോക്ടറെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ എന്താണ് സംഭവം എന്നിങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ കുത്തിയിരുന്നിട്ട് ഇത് ഇരിക്കുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഒറ്റ ഇരിപ്പിരിക്കും. പിന്നെ കൈ വർക്കിംഗ് അല്ലേ, ക്യാമറ എടുക്കുക, പിന്നെ ഈ വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ ക്രോപ്പ് ചെയ്യൽ, അതിൻ്റെ പണികൾ ഫോൾഡറിലാക്കുക, അങ്ങനെ പണികൾ ചെയ്യുമ്പോൾ നമ്മളറിയാണ്ട് നമ്മളുടെ കൈയിൻ്റെ ഷോൾഡർ ഭയങ്കര വേദന, അതനുസരിച്ച് നെഞ്ചിലേക്കും ചെറിയൊരു വേദന. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ പണി നിർത്തിയത്. പക്ഷേ ഇപ്പം ഞാൻ വീണ്ടും കുറേശ്ശെ ആവാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇരുന്ന് തുടങ്ങിയാലുണ്ടല്ലോ നമ്മളറിയില്ല, ഒന്ന് കഴിയുമ്പോൾ വിചാരിക്കും 2 കൂടെ ഉള്ളൂ, അതും കൂടി കഴിയട്ടെ എന്ന്. പക്ഷേ എടുത്ത് വരുമ്പോൾ ശരിക്കും 2 മണിക്കൂറാണ്. അപ്പോൾ കുട്ടികൾ എന്നെ വഴക്ക് പറഞ്ഞു തുടങ്ങി, മമ്മി അങ്ങനെ കുത്തിയിരിക്കായിക്കോ, കാര്യങ്ങൾ ചെയ്യായിക്കോ എന്ന്. പക്ഷേ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് സമയമുണ്ട്, ഇതിനോട് കുറച്ച് ഇൻട്രസ്റ്റും ഉള്ള കാരണം നമ്മളങ്ങനെ ഇരിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2:10 വളകൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയായിട്ട് ഇത് കഴിഞ്ഞില്ലല്ലോ എന്ന്. പക്ഷേ 2:10 എന്ന് പറഞ്ഞാൽ വളരെ കുറവ് സൈസ് പാറ്റേൺസ് ഉള്ളൂ.
ആ ഉള്ള പാറ്റേണുകളാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. അതും ഇപ്പോൾ സ്റ്റോക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്നുള്ളത് എനിക്കറിയില്ല, എന്നാലും ഒരുവിധം കിട്ടും. 2.2ഉം 2.10ഉം വളരെ റെയറായിട്ടുള്ള സൈസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കറക്റ്റായിട്ട് അളന്നിട്ട് തന്നെ വേണം. 2.2 എന്ന് പറഞ്ഞിട്ട് 2.4 പറഞ്ഞാൽ വലുതാവും. അതുപോലെ തന്നെ 2.10 എന്ന് പറഞ്ഞിട്ട് അതിനേക്കാളും ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പാകാവില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇങ്ങനെ ഇപ്പോൾ ശനിയാഴ്ച രാത്രിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ അയക്കണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിന്തിക്കാം ഞായറാഴ്ച അവധിയാണ്, തിങ്കളാഴ്ച ഉച്ചയോട് കൂടിയിട്ടാണ് അത് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ചിലരത് അറിയാം. അപ്പോൾ എന്നോട് ചോദിക്കും എത്ര ദിവസം വേണമെന്ന് പറയുമ്പോൾ ഞാൻ 3 വർക്കിംഗ് ഡേയ്സാണ് നിങ്ങളോട് പറയുന്ന ഒരു ദിവസം. അത് പ്ലേറ്റിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ. പ്ലേറ്റിങ്ങിന് കൊടുക്കേണ്ട വളയാണെങ്കിൽ ഒരു ദിവസവും കൂടി വൈകും. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ രാത്രിയിലാവും നിങ്ങൾക്ക് ഫോട്ടോ, നമ്മൾ പാക്കിങ് കഴിഞ്ഞ് ഫോട്ടോ അയക്കുക. അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി, ഇന്ന് രാത്രിയല്ലേ എനിക്ക് ഫോട്ടോ അയച്ചത്, നാളെ ഉച്ചയ്ക്ക് അത് സംഭവം പോവുള്ളൂ, അത് കഴിഞ്ഞാൽ ഒന്നുകിൽ മറ്റന്നാൾ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റന്നാൾ. അങ്ങനെ ചിന്തിക്കേണ്ട. ചിലരെങ്ങനെയാണെന്ന് വെച്ചാൽ അയച്ച വഴിക്ക് പിറ്റേ ദിവസം ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് എത്തിയില്ലല്ലോ എന്ന് പറയും. ചിലപ്പോൾ ആ ദിവസം ചിലപ്പോൾ ഒരു ഞായറാഴ്ചയും ചിലപ്പോൾ ഒരു അവധി ദിവസമാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെ എത്തി എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അയക്കുന്ന കവറിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ ഉണ്ടാവും, അതുമ്മേ നമ്പർ ഉണ്ടാവും. അപ്പോൾ അത് ഇന്ത്യൻ പോസ്റ്റ് എന്ന് വെച്ചിട്ടുള്ള ഐഡിയിൽ ചെക്ക് ചെയ്ത് ഈ നമ്പറും കൂടി വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് എവിടെ എത്തി എങ്ങനെയായി എന്നുള്ളത് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ഈ പോസ്റ്റ് വരുമ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലുള്ള സ്വാഭാവികമാണ്, ആരെങ്കിലും വാങ്ങി അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ഇതറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്കിപ്പോൾ 2 ദിവസം മുമ്പുണ്ടായി കുറച്ച് ബുക്സ് ഡിമ്പിളിന് വന്നു, ഞാനിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഡിവൈൻ അത് വാങ്ങി ഡിമ്പിളുടെ ബെഡ്റൂമിൽ വെച്ചു, കാരണം ഡിമ്പിളിനുള്ളതല്ലേ വെച്ചാൽ അവിടെ വെച്ചു. എന്നോട് ഇത് അയച്ച കുട്ടി കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഡിമ്പിൾ വന്നപ്പോഴാണ് പറയണേ എൻ്റെ റൂമിൽ ഇതേ സാധനം ഇരിക്കണം. അപ്പോഴാണ് ഡിവൈൻ പറഞ്ഞാൽ ഞാനത് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഡിമ്പിളുടെ പേര് കണ്ടപ്പോൾ അവിടെ വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ അപ്പോൾ ID വെച്ച് സെർച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ആരെങ്കിലും അത് വാങ്ങിയിട്ടുണ്ടോ, അതോ നമ്മളുടെ വീട്ടിൽ എത്തിയിട്ടില്ലേ, അതോ പോസ്റ്റ് ഓഫീസിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അതിപ്പോൾ ആരുടെയും കുറ്റമല്ല, നമുക്ക് എല്ലാം ഉണ്ടാവുന്നത് നമ്മുടെ വീട്ടിലിപ്പോൾ നമ്മൾ മാത്രമുള്ളെങ്കിൽ ഓക്കെ, നമ്മളുടെ കയ്യിൽ തന്നെ വരുള്ളൂ. പക്ഷേ വേറെ ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഡാഡി പുറത്തിറങ്ങണ നേരത്തെ പോസ്റ്റ്മാൻ ഇത് കൊണ്ടു കൊടുക്കുക. അപ്പോൾ നേരെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് ആൾ ചിലപ്പോൾ തിരക്കിട്ട് പോണ സമയം നമ്മളോട് പറയാൻ മറന്നിട്ടുണ്ടാവും, നമ്മളത് വീണ്ടും അന്വേഷിക്കാൻ നിൽക്കും. അപ്പോൾ അതിനാണ് പറയുന്നത്, അത് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സംഭവം എവിടെ എത്തി എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾക്ക് സ്ഥിരം നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയണത് കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് വേറെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ ഇത് ഫുൾ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ് ഇന്ന് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത്. ചിലത് ആൻറ്റിക് ഓർണമെൻറ്റ്സ് ഉണ്ട്, പക്ഷേ ഇന്ന് കാണിച്ചിട്ടുള്ളതൊക്കെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊക്കെ പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ ഇടയിൽ വല്ലതും വന്ന് കയറിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കണതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചിലപ്പോൾ അറിയാണ്ട് കയറി പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ മക്കളെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഒന്ന് ശ്രദ്ധിക്കാം. ചോദിച്ചാൽ മതി എന്നോട്, ഇത് പ്ലേറ്റഡ് ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ദേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ആൻറ്റിക്കാണ്, പ്ലേറ്റഡ് ഓർണമെൻ്റ് അല്ല. പിന്നെ ഞാൻ നേരത്തെ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ, ഇത് വേണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് ബോറടിച്ചെങ്കിൽ നമുക്കത് മാറ്റ് ഫിനിഷോ അല്ലെങ്കിൽ ആൻറ്റിക് ഫിനിഷ് സാധാരണ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സിൻ്റെ കളറോ ആക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ആയില്ലേ കാണുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കയ്യിൽ 2.10 അളവുകൾ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ആൻറ്റിക്കും ഇതും ഒന്നിച്ച് നമ്മൾ കാണിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ എടുത്ത ഫോട്ടോസ് മൊത്തം ഇതിൽ ആഡ് ചെയ്തു തോന്നുന്നുണ്ട് വീഡിയോസ്. അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഓരോ ഷോപ്പുകാർക്ക് അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സ് റീസെല്ലിങ്ങിനുള്ളവർക്കൊക്കെ നമ്മളിതിങ്ങനെ ഫോൾഡേഴ്സാണ് അയക്കുക, ഈ വീഡിയോസാണ് അയക്കുക, വീഡിയോസ് പ്ലസ് ഫോട്ടോ ആണ് അയക്കുക. അപ്പോൾ പിന്നെ അവർക്ക് ഒരു സംശയമില്ലാണ്ട് ഓരോന്നിന്നും തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഭംഗിയാട്ടോ ആൻറ്റിക്ക്. ഇത് കണ്ടമാനം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ എന്താ പറയുക, ഞാൻ പറഞ്ഞ് 2.10 വളരെ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീണ്ട് എനിക്ക് തോന്നുന്നു 10-20 പാറ്റേൺ ആയി തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ 2.10 അളവുള്ളവർ മാത്രം ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് ചോദിച്ചോളൂ കേട്ടോ. കാരണം ചെറുതും ഉണ്ടാവും, പക്ഷേ ഈ കാണുന്നതൊക്കെ 2.10 ആണ്. അപ്പോൾ ഇതിൻ്റെ 2.6 ഉണ്ടോ 2.8 ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മറുപടി തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാക്കോച്ചൻ തോമുട്ടൻ്റെ പെട്ടിയെടുത്ത് തലയിൽ വെച്ച് അപ്പം ചോദിച്ചു വരിക. കാരണം നമ്മുടെ അക്കിയിലൂടെ പോയി കഴിഞ്ഞാൽ അക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതനുസരിച്ച് അവൻ ഓരോന്ന് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നത് ഇപ്പോൾ അവന് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല.
അവരെപ്പോൾ നോക്കിയാലും വാതിൽ തുറന്നിട്ട് അക്കീരോടേക്ക് പോകാമെന്നാണ് അവൻ്റെ കണക്ക്. പിന്നെ വസന്തേച്ചി കൈ കൊട്ടണത്, ഈ പേപ്പൻ പറയണ ഓരോ കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പം അവൻ്റെ ഫേവറേറ്റ് സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾ പറയുകയും ചെയ്യും, അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന് ഇരട്ടി ഉഷാറാന്ന്. പിന്നെ ഓട്ടമാണ്, അവിടെ നിന്ന് 1 2 3 പറഞ്ഞിട്ടുള്ള ഓട്ടം. അങ്ങനെ എന്താ പറയുക, ഈ വൈകുന്നേരം ഞങ്ങൾക്ക് നല്ല നേരം പോക്കുക. അപ്പോൾ ഓൾറെഡി പാച്ചും അമ്മയും അവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ചാക്കോച്ചൻ്റെ ഞാൻ ഫോട്ടോ എടുക്കുന്നിടത്തേക്ക് ഓടി വരികയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ തോമൂന് ഇന്ന് ബർത്ത്ഡേക്ക് എന്താ വേണ്ടേ ചോദിച്ചപ്പോൾ അവന് പിസ്സ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തിട്ട് പിസ്സ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. കേക്ക് കട്ടിങ് ഉച്ചയ്ക്ക് പൂർണ്ണമായില്ലല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ അതാവാമെന്ന് വിചാരിച്ച് തോമു ഉഷാറായിട്ട് കുളിയും ഡ്രസ്സ് മാറലൊക്കെ കഴിഞ്ഞ് വന്ന് നിൽക്കണു. 4 അവൻ്റെ വയസ്സ് കേട്ടോ. അപ്പോൾ 4 കൈ പിടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഇനി രണ്ടാമതൊന്നും കൂടി ചെയ്യണം. അപ്പോൾ പോയേക്കാണ് കാറുകൾ എടുക്കാനായിട്ട്. കാരണം കണ്ടമാനുണ്ട് അവൻ്റെ. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ശരിക്കും ഡിവൈൻ റൂം ടൂർ കാണിച്ചു കഴിഞ്ഞാൽ അവൻ്റെ കാറുകൾ മാത്രം ഉണ്ടാവും. അതായത് അവനെല്ലാ ബ്രാൻഡ് കാറുകളും ഇഷ്ടമാണ്. അത് എന്താ പറയുക, അതിൻ്റെ ഓരോ എംബ്ലം കണ്ടിട്ട് അവൻ കാർ ഇന്നതാണെന്ന് പറയും കേട്ടോ. അങ്ങനെ അപ്പയും മോനും അവരാണ് സോൾ ഗഡികൾ എന്ന് പറയില്ലേ, നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷയാണ് സോൾ ഗഡി എന്നൊക്കെ പറയും. അതായത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണാവും ഈ ഭാഷ എന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ ആ സിനിമ പ്രാഞ്ചേട്ടൻ കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു സഖാവ് അറിയാണ്ട് ചെയറങ്ങോട്ട് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതുക്കെ ആരും കാണാണ്ടത് കണ്ടോ, തൊട്ട് നാവുമ്മ വെക്കുകയാണ് കേട്ടോ. കിട്ടിയ അവസരം പാഴാക്കാണ്ട് ആരും അവനെ ശ്രദ്ധിക്കില്ല. അപ്പം ഞാൻ മൊത്തം നോക്കിയപ്പോൾ മൂപ്പര് ഒന്നും അല്ലാത്ത പോലെ ക്രീം എടുത്തിട്ട് നക്കി വായിലേക്ക് ഇടാം. അങ്ങനെ അപ്പം ഞാൻ അവനും കൊടുത്തിട്ട്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹോം മെയ്ഡാണ്, രേവയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം, നമുക്ക് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ രേവയുടെ അവിടെ നിന്ന് വാങ്ങിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് അവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 2 വർഷത്തോളമായിട്ട് രേവയുടെ കേക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറ്. മുമ്പ് സെലിബ്രേഷൻസ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അത്യാവശ്യ ഘട്ടങ്ങളിൽ സെലിബ്രേഷൻസ് കൊണ്ടുവരാറുണ്ട്, എന്നാലും അധിക ഭാഗം രേവയുടെ അവിടെ തന്നെയാണ്. അങ്ങനെ വാക്ക് പാലിച്ചു. ചാക്കോച്ചൻ തോമുട്ടന് പിസ്സ വാങ്ങി. അപ്പോൾ പിസ്സ കഴിച്ചുകൊണ്ടിരിക്കുക. മൂപ്പർക്ക് ഇഷ്ടമാണ് പിസ്സ, നൂഡിൽസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുട്ടികളല്ലേ, അവർക്ക് ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാണ് നമ്മൾ അവരുടെ ഇഷ്ടമൊക്കെ സാധിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ പട്ടികളുടെ കാര്യങ്ങളൊക്കെ കഴിച്ച് തുണികളൊക്കെ കുറച്ചെടുത്ത് ഞാൻ ഡിമ്പിളുടെ റൂമിൽ കൊണ്ടുവന്നിട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ മടക്കാം, അവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ, എന്നാൽ പിന്നെ അവിടെ കിടക്കട്ടെ, നാളെ ആവാമെന്ന് വിചാരിച്ചു. ചില സമയത്ത് ഞാൻ പറയില്ലേ നമുക്ക് മടി വരുന്ന, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം, കാരണം കഴിച്ചത് ഇത്തിരി കൂടുതലായി. സംഭവം നമ്മളുടെ വയറാണെന്നുള്ളത് നമ്മളെപ്പോഴും അങ്ങനെ, വീട്ടിലാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് തിന്നുള്ളൂ. പുറത്ത് പോയിട്ട് നമ്മൾ കഴിച്ചിട്ട് അത് ബാക്കി വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം, നമ്മളത് അവസാനിപ്പിക്കാനായിട്ട് പാടുപെടും. അപ്പോൾ നമ്മൾ ആലോചിക്കില്ല നമ്മുടെ വയറാണ്, അത് വെറുതെ എന്തിനാ ആവശ്യമില്ലാത്തത് അവിടെ കുട്ടികളൊക്കെ പറയും ആവശ്യമില്ലെങ്കിൽ അവിടെ വെച്ചോന്ന്. പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അയ്യോ കാശ് കൊടുത്ത് വാങ്ങിച്ചാലേ, വീട്ടിലും നമ്മൾ കാശ് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. എന്നാലും അതങ്ങനെയാണ്. അത് എനിക്ക് മാത്രമല്ല, നിങ്ങൾ കാണുന്നവരൊക്കെ പറയും ഞങ്ങളും അങ്ങനെയാണ് ആൻറ്റി എന്ന് പറയും. ഉറപ്പാണ്, കാരണം അങ്ങനെയാണ്. അങ്ങനെ രാത്രി ഞാനും ഡാഡിയും പറയും ഞങ്ങൾക്ക് ഒന്നും വേണ്ടാന്ന്. ഡിവൈനും ഡോണും പൊറോട്ടയും ബീഫ് കറിയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ തോമോന് പിസ്സ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കേക്കും കട്ട് ചെയ്ത്, കേക്ക് നല്ല കേക്ക് ബിസ്കോഫയുടെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നല്ല ആ ബിസ്ക്കറ്റിൻ്റെ ഒരു മണമാണ് വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഡിവൈൻ കംപ്ലീറ്റ് ഒതുക്കി വെച്ചതിന് ശേഷം നമ്മുടെ റോബോട്ടിനെ ഇട്ടിട്ട് ഡിവൈൻ പോയി, ഡോണും പിള്ളേരും ആദ്യം പോയി. പിന്നെ ഡാഡി കിടന്നുറങ്ങി. പിന്നെ ഞാൻ മാത്രമായി ബാക്കി. അപ്പം ഞാൻ പറയാറില്ലേ, ഇവൻ കയറി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുള്ളൂ എന്ന് പറയില്ലേ, അങ്ങനെ ഇവൻ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇത് കയറുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, എഡിറ്റ് ചെയ്യാനും എടുക്കാനും പറ്റില്ല. എങ്ങനെ വന്നാലും എൻ്റെ കണ്ണ് പിന്നെ എവിടെ പോയി എന്ത് ചെയ്യണമെന്നുള്ള നോട്ടാണ് എനിക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് എഡിറ്റ് ചെയ്ത് ഇനി എന്നാൽ വോയിസ് ഓവറും കൊടുത്ത് പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നേരത്തോടെ കിടക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ തട്ടി മുട്ടി വന്നപ്പോൾ ഈ നേരമൊക്കെ ആയി. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 11:45 ആയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് കിടന്നുറങ്ങണ കാരണം ക്ഷീണമേ ഇല്ല കേട്ടോ. പിന്നെ അകമൊക്കെ ക്ലീനായി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കും റോബോട്ട് എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ നാളെ നിങ്ങൾ ഡിവൈൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കാണാം. നല്ല ഞങ്ങളുടെ ബർത്ത്ഡേ ആഘോഷം, ഫുഡും കാര്യങ്ങളും ഡെക്കറേഷനും കേക്ക് കട്ടിങ്ങും എല്ലാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അതുവരേക്ക് ബൈ.